കൂട്ടുകാരെ നമ്മൾ ക്ലറിക്കൽ മെയിൻസ് ലെവൽ പസിലുകളാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തേത് ABCDEF and G are different mobile phones which are different storage spaces. ഓക്കെ, 7 മൊബൈൽ ഫോൺ ഉണ്ട്, അതിൻ്റെ പേര് തന്നിട്ടുണ്ട്, പിന്നെ ഓരോന്നിനും ഓരോ സ്റ്റോറേജാണ്. ഇനി ഹിൻറ്റുകൾ നോക്കി. ദ മൊബൈൽ ഫോൺ വിച്ച് ഹാസ് 256 MB സ്റ്റോറേജ് സ്പേസ് ഇമ്മീഡിയറ്റ്ലി അബോവ്. അപ്പോൾ ഈ പേരും ഇവരുടെ ഈ സ്റ്റോറേജും കൂടാതെ അറേഞ്ച്മെൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ കാണുമ്പോൾ അറിയാൻ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഹിൻറ്റുകൾ എഴുതിപ്പോൾ ദ മൊബൈൽ ഫോൺ വിച്ച് ഹാസ് 256 MB സ്റ്റോറേജ് സ്പേസ് ഇമ്മീഡിയറ്റ്ലി അബോവ്. എയുടെ തൊട്ട് മേളിലാണ് 256 MB. അപ്പോൾ എയുടെ തൊട്ട് മേളിൽ 256 MB. There are only 2 mobile phones between D and mobile phone which have 256 MB സ്റ്റോറേജ്. അതായത് ഡിക്കും 256 ഇടയ്ക്ക് 2 മൊബൈൽ ഫോണുണ്ട്. അപ്പോൾ 256 ഡിക്കും ഇടയ്ക്ക് 2 മൊബൈൽ ഫോൺ. ദ മൊബൈൽ ഫോൺസ് വിച്ച് ഹാവ് 1 GB സ്റ്റോറേജ് സ്പേസസ് എബോവ് ഡി ബട്ട് നോട്ട് ഇമ്മീഡിയറ്റ്ലി എബോവ് ഡി. 1 GB സ്റ്റോറേജ് ഉള്ളത് ഡിയുടെ മേളിലാണ്, പക്ഷേ തൊട്ട് മേളിലല്ല. അപ്പോൾ 1 GB ഇതിൻ്റെ മേളിൽ, പക്ഷേ നോട്ട് ഇമ്മീഡിയറ്റ്ലി എബോവ്. Only 3 mobile phones are there between C and mobile phone which have 1 GB storage space. സിക്കും 1നും ഇടയ്ക്ക് 3 പേരുണ്ട്. അപ്പോൾ 1 ഇവിടെ, 1 കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് സി. ദ മൊബൈൽ ഫോൺസ് വിച്ച് ഹാവ് 32 GB സ്റ്റോറേജ് സ്പേസസ് ഇമ്മീഡിയറ്റ്ലി എബോവ് സി. 32 GB ഉള്ളത് സിയുടെ തൊട്ട് മേളിലാണ്. അപ്പോൾ സിയുടെ തൊട്ട് മേളിൽ 32 GB. ദ മൊബൈൽ ഫോൺ വിച്ച് ഓഫ് 2 GB സ്റ്റോറേജ് സ്പേസസ് ഇമ്മീഡിയറ്റ്ലി എബോവ് ദ മൊബൈൽ ഫോൺ ജി. ജിയുടെ തൊട്ട് മേളിലാണ് 2 GB വരുന്നത്. ജി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ ജിയുടെ തൊട്ട് മേളിലാണ് 2 GB വരുന്നത്. ഓൺലി 1 മൊബൈൽ ഫോൺ ഇസ് ദെയർ ബിറ്റ്വീൻ മൊബൈൽ ഫോൺ ബി ആൻഡ് മൊബൈൽ ഫോൺ ഇ. ബിക്കും ഇക്കും ഇടയ്ക്ക് ഒറ്റ മൊബൈൽ ഫോണേ ഉള്ളൂ. മൊബൈൽ ഫോൺ ബി ഈസ് എബോവ് ഇ. ഇയുടെ മേളിലാണ് ബി വരുന്നത്. ഓക്കെ. നെയ്തർ മൊബൈൽ ബി നോർ മൊബൈൽ ഫോൺ എ ഈസ് ഓഫ് 8 GB സ്റ്റോറേജ്. ബിയും എയും 8 GB അല്ല. അപ്പോൾ ബി 8 GB അല്ല, എ 8 GB അല്ല. മൊബൈൽ ഫോൺ എ ഹാസ് നോട്ട് 500 MB സ്റ്റോറേജ് സ്പേസ്. എ 500 MB അല്ല എന്ന് പറഞ്ഞേക്കുന്നത്. ദർ ഇസ് ഓൺലി 1 മൊബൈൽ ബിറ്റ്വീൻ മൊബൈൽ ഫോൺ ഇ ആൻഡ് ജി. ഇക്കും ജിക്കും ഇടയ്ക്ക് ഒരു മൊബൈലേ ഉള്ളൂ. അപ്പോൾ ഇ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ജി. അപ്പോൾ നോക്കി, ഇക്കും ബിക്കും ഇടയ്ക്ക് 1 ഉള്ളൂ, ബിയുടെ മേളിൽ ഇക്കും ജിക്കും ഇടയ്ക്ക് 1 ഉള്ളൂ. അപ്പോൾ ഈ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ജി ഇവിടെ ഇടാൻ പറ്റത്തില്ല, ബി കിടക്കുമല്ലേ. അപ്പോൾ ഇത് കറക്റ്റ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും, ഇവിടെ താഴെ ആയിരിക്കും ജി. ഇത് നോക്കി, മൊബൈൽ ഫോൺ ജി ഈസ് നോട്ട് ഓഫ് 16 GB ഓർ 8 GB സ്റ്റോറേജ്. ജി 16 അല്ല 8 അല്ല. ജി 16 അല്ല 8 അല്ല. നെയ്തർ മൊബൈൽ ഫോൺ ഡി നോർ ജി ഈസ് ഓഫ് 500 MB. ഡിയും ജിയും 500 MB അല്ല. ഡി എവിടെ? ഡി 500 അല്ല, ജിയും 500 അല്ല. മൊബൈൽ ഫോൺ ജി ഈസ് നോട്ട് ബിലോ മൊബൈൽ ഫോൺ എ. എയുടെ താഴെയല്ല ജി വരുന്നത്. അപ്പോൾ എയുടെ മേളിലാണ് ജി വരുന്നത്. ജി ഇവിടെയുണ്ട്, എ ഉണ്ട്. എയുടെ മേളിൽ എവിടെയാണ് ജി വരുന്നത്. ഇത്രയാണ് നമ്മുടെ ഹിൻറ്റുകൾ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലിങ്ക് ചെയ്ത് പോകുന്ന ഒരു ഗ്രൂപ്പ് ഹിൻറ്റും പിന്നെ വേറൊരു ഗ്രൂപ്പ് ഹിൻറ്റും ഉണ്ട്. ജിയുടെ മേളിലല്ലേ 2 GB. അപ്പോൾ ഇവിടെ 2 GB. ഇനി ഇതങ്ങ് വിട്ട് കളഞ്ഞേക്കാം. ഓക്കെ, അപ്പോൾ നോക്കി, നമ്മുടെ ലിങ്ക് ചെയ്ത് പോകുന്ന 2 ഗ്രൂപ്പ് ഹിൻറ്റുകളുണ്ട്. അപ്പോൾ ഹിൻറ്റുകൾ എഴുതി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഹിൻറ്റുകൾ തമ്മിൽ ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോന്നാണ്. ഇവിടെ സി എ 1 GB, ഡി എ. ഇതിനകത്തുള്ള ഏതെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. പക്ഷേ എയുടെ മേളിൽ ജി വരും എന്നുള്ളൊരു ഹിൻറ്റുണ്ട്. അപ്പോൾ ഈ 2 ഹിൻറ്റുകൾ നമുക്ക് ക്ലബ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ചെയ്തു തുടങ്ങുന്നുള്ളതാണ്. അപ്പോൾ ചെയ്തു തുടങ്ങാനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഒന്ന് നമുക്ക് ഹിൻറ്റുകൾ തമ്മിൽ ലിങ്ക് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ പോസിബിലിറ്റി വരുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് പോസിബിലിറ്റി എവിടെ നിന്ന് തുടങ്ങുമ്പോഴാണോ കുറവ് വരുന്നത് അവിടെ നിന്ന് തുടങ്ങുക. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹിൻറ്റുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഈ ഗ്രൂപ്പിനകത്താണ്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇവിടെ എയുടെ മേളിൽ 256 ഉണ്ട്. 256 ഡിക്ക് ഇടയ്ക്ക് 2 പേര്. ഡി മേളിലാണോ താഴെയാണോ നമുക്കറിയത്തില്ല. പിന്നെ ഡിയുടെ മേളിൽ എവിടെയാണ് 1 GB, അത് എവിടെയാണെന്ന് നമുക്ക് ഉറപ്പില്ല. പിന്നെ 1നും സിക്കും ഇടയ്ക്ക് 3 പേരുണ്ട്. സി മേളിലാണോ താഴെയെന്ന് അറിയത്തില്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. പക്ഷേ എന്താ പറയുക, ചെയ്തെടുക്കാൻ ഇച്ചിരി സമയമെടുക്കും. കാരണം ഇവിടെ പോസിബിലിറ്റിയാണ് കൂടുതൽ. പക്ഷേ രണ്ടാമത്തെ ഹിൻറ്റ് നോക്കി, ഇവിടെ ഇയുടെ മേളിൽ 1 കഴിഞ്ഞിട്ടാണ് ബി, ഈ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് താഴെയാണ് ജി. ജിയുടെ മേളിൽ 2 GB ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ കറക്റ്റാണ്. ഇവിടെ പോസിബിലിറ്റി ഇടേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കി, 1 2 3 4 5
5 പേരുടെ പൊസിഷൻ ഇവിടെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് എവിടെ നിന്ന് തുടങ്ങണം? ഈ ഹിൻഡ് വെച്ച് വേണം തുടങ്ങാൻ. അപ്പോൾ നോക്കി, ബിയുടെ താഴെ 1 കഴിഞ്ഞിട്ട് ഇ കഴിഞ്ഞിട്ട് 1 കഴിഞ്ഞിട്ട് ജിയുടെ മേളിൽ 2G. അപ്പോൾ ഇത്രയും കാര്യം ഇവിടെ ഓക്കെ. ഇവിടെ ഇപ്പോൾ എത്ര പേരായി? 1 2 3 4 5 5 പേരുടെ കാര്യം ഓക്കെ. ഇനി എത്ര പേരും കൂടെ ഉണ്ട്? 7 പേരല്ലേ? അപ്പോൾ 2 പേരും കൂടെ ഇനിയുണ്ട്. അവരെവിടെയാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ തൊട്ടിപ്പുറത്ത് ഹിൻഡിൽ എയുടെ മുകളിലാണ് ജി വരുന്നത്. അപ്പോൾ ജിയുടെ താഴെ ആയിരിക്കത്തില്ല എ. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ എ ഇവിടെ ആയിരിക്കും. ഇപ്പോൾ എത്ര പേരായി? 1 2 3 4 5 6. അല്ലെങ്കിൽ ചിലപ്പോൾ എ ഇവിടെ ആയിരിക്കും. ഇപ്പോൾ എത്ര പേരായി? 7 പേരായില്ലേ? അപ്പോൾ ഈ 2 പോസിബിലിറ്റിയാണ് എക്കുള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, എ താഴെയാണെന്ന് വിചാരിച്ച് തുടങ്ങാം. അപ്പോൾ എ താഴെ, എയുടെ തൊട്ട് മേളിൽ 256. ഇത് നമ്മൾ പോസിബിലിറ്റി ചെക്ക് ചെയ്യുന്ന കേട്ടോ, അതുകൊണ്ട് നമുക്ക് വരച്ചിട്ടേക്കാം. ഇനി 256 കഴിഞ്ഞിട്ട് 2 കഴിഞ്ഞിട്ട് ഡി. 256 കഴിഞ്ഞ് 2 പേര് കഴിഞ്ഞിട്ട് ഡി താഴെ ഇടാൻ ഇടമില്ല. 2 പേര് കഴിഞ്ഞിട്ട് ഡി ഇവിടെ വരുമോ? ഇല്ല. ഇവിടെ ഇ കിടക്കുമല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി എയുടെ സ്ഥലം ഇവിടെയല്ല. ഇനി എ ഇവിടെ ഇടുക. ഇവിടെ ഇപ്പോൾ 6 പേരല്ലേ ആളൂ. ഇനി ഒരാളും കൂടെ ഉണ്ട്. അത് മേളിലാണോ താഴെയാണോ നമുക്കറിയത്തില്ല. നമുക്ക് നോക്കാം. എയുടെ തൊട്ട് മേളിൽ 256. എയുടെ തൊട്ട് മേളിൽ 256. ജി 256 വരത്തില്ലെന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ലല്ലോ. ഇനി 256 ഡിക്ക് ഇടയ്ക്ക് 2 പേര്. 256 താഴെ ഇടാൻ ഇടവില്ല. 2 പേര് കഴിഞ്ഞിട്ട് ഡി ഇവിടെ. ഇനി ഇവിടെ പോസിബിലിറ്റി ചെക്കിംഗ് ഒന്നുമില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ വരച്ചിടാതെ. കാരണം എക്ക് 2 പോസിബിലിറ്റി ഉണ്ടായുള്ളൂ. ആദ്യത്തെ പോസിബിലിറ്റി പറ്റിയില്ല നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ ആൻസർ. ഇനി ഡി ഉണ്ട്. ഡിയുടെ മേളിലാണ് 1GB വരുന്നത്. പക്ഷേ ഇമ്മീഡിയറ്റ്ലി എബോവ് വരത്തില്ല. അപ്പോൾ ഡിയുടെ മേളിൽ തൊട്ട് മേളിൽ 1 വരത്തില്ല, അതിൻ്റെ മേളിൽ വരാം. അപ്പോൾ ഇപ്പോൾ 3 3 6 പേര്. അപ്പോൾ ഇവിടെ ഒരാളും കൂടെ ഉണ്ട്, അത് 1GB. ഇപ്പോൾ ഓക്കെ അല്ലേ? ഇനി 1GBക്കും സിക്കും ഇടയ്ക്ക് 3 പേര്. ഇപ്പോൾ 3 3 6 1 7 പേരായി. മേളിലിട്ട് ഇനി പോകത്തില്ല. ഇനി താഴെ ആയിരിക്കും. അപ്പോൾ സി 1 കഴിഞ്ഞിട്ട് 3 കഴിഞ്ഞിട്ട് സി 1 കഴിഞ്ഞിട്ട് 1 2 3 കഴിഞ്ഞിട്ട് സി ഇവിടെ. സിയുടെ തൊട്ട് മേളിൽ 32. സിയുടെ തൊട്ട് മേളിൽ 32. ഓക്കെ. അപ്പോൾ ഇത്രയും ഹിൻഡുകൾ നമുക്ക് ഡയറക്റ്റ് ഇതിൽ നിന്ന് കിട്ടി. ഇനി ഇവരുടെ സ്റ്റോറേജ് ഏതൊക്കെ അല്ലയെന്ന് പറയുന്നില്ലേ, അത് വെച്ചിട്ട് ഇനി ബാക്കി സ്റ്റോറേജ് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നോക്കി കഴിഞ്ഞാൽ എയിൽ 8 വരത്തില്ല, ബിയിൽ 8 വരത്തില്ല, ജിയിൽ 8 വരത്തില്ല. അപ്പോൾ എ, ജി, ബി 3 8 വരത്തില്ല. അപ്പോൾ ഇവിടെ 8 വരത്തില്ല, ഇവിടെ 8 വരത്തില്ല, ഇവിടെ 8 വരത്തില്ല. ഇനി ഇടാൻ ഒറ്റ ഗ്യാപ്പല്ലേ ഉള്ളൂ, ഇവിടെ ആയിരിക്കും 8. ഇനി എയിൽ 500 വരത്തില്ല, ജിയിൽ 500 വരത്തില്ല. അപ്പോൾ നോക്കി, എയിൽ 500 വരത്തില്ല, ജിയിൽ 500 വരത്തില്ല. ഇനി ഒറ്റ ഗ്യാപ്പല്ലേ ഉള്ളൂ, 500. ഇനി സ്റ്റോറേജിൽ ഏതാ ഇടാൻ ബാക്കിയുള്ളത്? 256 500 1 2 8 16 32. 16 ഇട്ടിട്ടില്ല. ഇനി പേരുകൾ ഏതാ ഇടാനുള്ളത്? A to G അല്ലേ? അപ്പോൾ A B C D E F ഇട്ടിട്ടില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ പസലുകൾ ചെയ്യുമ്പോൾ ഇത്രയും കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഒന്നാമത് നമ്മളിപ്പോൾ ടെൻഷൻ അടിക്കാതെ ഇത് കൃത്യമായിട്ട് വായിച്ച് കറക്റ്റായിട്ട് ഹിൻഡുകൾ എഴുതി പോവുക. ഇതിനകത്ത് ഒരു ഹിൻഡ് പോലും മിസ്സാവരുത്. മിസ്സായി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ എത്താതെ ആയിപ്പോവും. പിന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാതിരിക്കണം. ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാൻ നേരത്ത് അപ്പത്തെ തോന്നലിൽ എന്തോ മാർക്ക് ചെയ്തു, പിന്നെ പസിൽ ചെയ്യാൻ നേരത്ത് അതിൽ നിന്ന് വേറെ എന്തൊക്കെയോ ആലോചിച്ച് നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മുടെ മൊത്തം തെറ്റിപ്പോവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വരയ്ക്കുന്ന ഓരോ വരയും എന്താണെന്ന് നമുക്ക് അറിയാതിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ തുടങ്ങുമ്പോൾ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം, പോസിബിലിറ്റി കുറവും വരണം. അങ്ങനത്തെ ഇടത്തുനിന്ന് വേണം നമ്മൾ പസിൽ ചെയ്ത് തുടങ്ങാനായിട്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങിയാലും നമ്മൾ എത്തില്ലായിക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ നിന്ന് തുടങ്ങിയാലും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും, പക്ഷേ പോസിബിലിറ്റി കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത്, കൂടുതൽ കാര്യങ്ങളുള്ളതും പോസിബിലിറ്റി കുറവുമായിട്ടുള്ള ഹിൻഡിൻ്റെ ഗ്രൂപ്പ് എടുത്തിട്ട് നമ്മൾ ചെയ്തു തുടങ്ങി. നമുക്ക് വലിയ കുഴപ്പമില്ലാതെ ചെയ്തെടുക്കാനും പറ്റി. ഓക്കെ, കൂട്ടുകാർ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി അടുത്ത വീഡിയോയിൽ.